ഇന്നലെ മുതൽ കേരളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. മലയാളികൾ പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിൽ കസർത്ത് നടത്തുകയാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും ഇത് മാത്രമേ കേൾക്കാനുള്ളൂ. രാവിലെ പത്രം നോക്കിയപ്പോൾ കണ്ടത് കേരളം ഞെട്ടിയെന്ന്. ആര് ഞെട്ടി? ഞാൻ ഞെട്ടിയില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ ഞെട്ടിയത് ഇന്നല്ല, 2017 ഫെബ്രുവരി 17 അന്നത്തെ സംഭവം നമുക്കറിയാമല്ലോ. ദിലീപൻ്റെ കൊട്ടേഷനിൽ ഒരു പെൺകുട്ടി തെരുവിൽ ആക്രമിക്കപ്പെട്ടപ്പോഴാണ്. അന്നു മുതൽ കണ്ടതും കേട്ടതും ചർച്ച ചെയ്തതും ഒക്കെ തന്നെയാണ് ഇന്ന് കേട്ടത്. അത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ കേട്ടു എന്ന് മാത്രം. അതുകൊണ്ട് ഞെട്ടൽ എന്ന വാക്കങ്ങ് കളഞ്ഞേരെ. അവൾ ഒറ്റയ്ക്ക് വെട്ടിത്തെളിച്ചത് അതിജീവനത്തിൻ്റെ പാത മാത്രമല്ല, അനേകം തിരുത്തലുകൾക്ക് കൂടിയുള്ള ഒരു വലിയ വേദി കൂടിയാണ്. മലയാള ചലച്ചിത്ര മേഖലയിലെ ചൂഷണങ്ങളെ പറ്റിയുള്ള വെളിപ്പെടുത്തലായി മാറിയ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ ചൊല്ലി പലരും അപലപിച്ചപ്പോഴും മലയാള സിനിമയിലെ മുൻനിര താരങ്ങളിൽ ചിലരുടെ അഭിപ്രായങ്ങൾ കണ്ടില്ല. അവരുടെ അഭിപ്രായങ്ങളാണ് കേരള സമൂഹം കേൾക്കാൻ കാതോർത്തിരിക്കുന്നത്. മലയാള സിനിമാ വ്യവസായത്തെ കൊള്ളരുതായ്മകൾ അക്കമിട്ട് നിരത്തുന്ന ഈ റിപ്പോർട്ട് ഉന്നതരിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നടിമാരുടെ മുറികളിൽ വാതിൽ മുട്ടുന്നത് പതിവാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതുപോലെ മുറിയിലേക്ക് വിളിപ്പിക്കലും രാത്രി നഗ്നചിത്രങ്ങൾ അയച്ചു കൊടുക്കലുമൊക്കെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വളരെ വ്യക്തമായി പറയുന്നു. അതൊരു മഹാനടൻ്റെ പേരാണ് അടക്കം പറയുന്നത്. സിനിമാ മേഖലയിലും പുറത്തുമൊക്കെ അടക്കം പറയുന്ന ഒരു മഹാനടൻ്റെ പേരാണ്. വലിയ ആരാധക വൃന്ദമുള്ള നടനാണ്. ആ നടനെ രക്ഷിക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ 4.5 വർഷമായി ഈ റിപ്പോർട്ട് സർക്കാർ അടവെച്ചത്. സജീവമായി ഈ മേഖലയിലുള്ള പല താരങ്ങളും ഈ കോക്കസിൻ്റെ ഭാഗമാണ്. പരാതി പറഞ്ഞ സ്ത്രീകളെ പിന്തുണച്ച നടനെ സിനിമാ മേഖലയിൽ നിന്ന് ഒഴിവാക്കി. സീരിയലിൽ അവസരം തേടി പോയെങ്കിലും അവിടെയും വിലക്ക് വന്നു. ആത്മ എന്ന സംഘടനയാണ് ആ നടനെ സീരിയലുകളിൽ നിന്നും ഒഴിവാക്കിയത്. ആത്മ സംഘടനയുടെ തലതൊട്ടപ്പൻ ആരാണെന്ന് നമുക്കറിയാമല്ലോ. ഞാൻ ആ പേര് പറയുന്നില്ല. ആരെയും സമൂഹത്തിൽ അവഹേളിക്കാനോ മോശപ്പെടുത്താനോ അല്ല, അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക, തിരുത്താനുള്ള അവസരമാണ്. ഈ നടൻ്റെ കുടുംബത്തിലും സ്ത്രീകളുണ്ട്. അവർക്ക് നേരെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായാൽ ഈ മഹാനടൻ വെറുതെ ഇരിക്കുമോ? അതിനെ പ്രോത്സാഹിപ്പിക്കുമോ? സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന പെൺകുട്ടികൾക്കും ഒരു കുടുംബമുണ്ട്. അവർക്കും ഒരച്ഛനും ഒരമ്മയുമുണ്ട്. അവർ സ്വന്തം മകൾക്ക് നേരെ നടക്കുന്ന ഈ അതിക്രമങ്ങൾ കേൾക്കുമ്പോൾ നെഞ്ചുപൊട്ടി ചാകില്ലേ? മക്കളുള്ളവർക്ക് അതിനെക്കുറിച്ച് അറിയൂ. 2019 ഡിസംബറിൽ ഹേമ കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയെങ്കിലും സർക്കാർ പുറത്തുവിട്ടിരുന്നില്ല. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളും മുൻപ് തള്ളിയിരുന്നു. നടി ശാരദ, മുൻ IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി എന്നിവരായിരുന്നു കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ. വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ചാണ് വർഷങ്ങൾക്ക് ശേഷം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിടുന്നത്. വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ കമ്മീഷൻ നിർദ്ദേശപ്രകാരം റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ തണലിലാണ് പല പ്രമുഖന്മാരും രക്ഷപ്പെട്ടത്. ഞാൻ മുൻപേ പറഞ്ഞ നടൻ ഉൾപ്പെടെ. ഒരു പ്രമുഖ സൂപ്പർ സ്റ്റാറിനെ ഒരു കൂട്ടർ ലക്ഷ്യമിടുമ്പോൾ മറ്റൊരു സൂപ്പർ സ്റ്റാറിനെയും അയാളുടെ അടുപ്പക്കാരനായ അമ്മ ഭാരവാഹിയെയുമാണ് എതിർവിഭാഗം ലക്ഷ്യമിടുന്നത്. ആരോപിതരായവരുടെ പേരുവിവരങ്ങൾ വെട്ടിമാറ്റിയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. പക്ഷേ സിനിമാ മേഖലയിലും സോഷ്യൽ മീഡിയയിലും ഇരുവരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ചേരിതിരിഞ്ഞ് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സർക്കാർ എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ടിൽ മേൽ ഇത്രയും കാലം അടയിരുന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. മലയാള സിനിമയെ ഇന്നും നിയന്ത്രിക്കുന്ന പ്രമുഖരോട് ഒന്നേ പറയാനുള്ളൂ: ദയവായി നിങ്ങളുടെ മനസാക്ഷിയുടെ കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കൂ. നിങ്ങളുടെ മുഖം വികൃതമല്ലേ? സിനിമയോടുള്ള ആഗ്രഹം കൊണ്ട് ആ രംഗത്തേക്ക് കടന്നു വരുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതിൽ നിന്നും അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടതിൻ്റെ പ്രഥമ കടമ മുതിർന്നവരായ നിങ്ങൾക്കുള്ളതാണ്. പിന്നെ നിങ്ങളുടെ സംഘടനകൾക്കും. മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന സമാനതകളില്ലാത്ത ബുദ്ധിമുട്ടുകൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിലെത്തുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷകളാണ് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നത്. സ്ത്രീകളെ ലൈംഗിക ഉപകരണങ്ങളായി മാത്രം കാണുന്ന ഒരു വിഭാഗം സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുകയും മൊത്തം സംവിധാനത്തെയും നിയന്ത്രിക്കുകയും ചെയ്യുന്നുവെന്നാണ് കമ്മീഷൻ മുമ്പാകെ നടിമാർ വെളിപ്പെടുത്തിയത്. ഇഴുകിച്ചേർന്ന് അഭിനയിച്ചാൽ ഉടനെ തന്നെ ദുഷ്ടലാക്കോടുകൂടിയുള്ള ഫോൺ വിളി എത്തുമെന്നാണ് ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ. സിനിമയിലേക്ക് സ്ത്രീകൾ വരുന്നത് പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയാണെന്നാണ് മറ്റൊരു പ്രചാരണം. നടിമാർ പണം ഉണ്ടാക്കാനാണ്
സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നതെന്നും ആരുടെ കൂടെയും കിടക്ക പങ്കിടുമെന്നും പൊതുബോധം സിനിമാ മേഖലയിൽ നിലവിലുണ്ട്. പ്രശ്നക്കാരിയെന്ന് തോന്നിയാൽ ഈ താരങ്ങളെ പിന്നീട് സിനിമയിലേക്ക് വിളിക്കില്ല. സിനിമയിൽ അല്ലാതെ മറ്റൊരിടത്തും ജോലിക്കായി കിടക്ക പങ്കിടേണ്ടതില്ലെന്നാണ് നടിമാർ കമ്മീഷന് നൽകിയ മറ്റൊരു പ്രധാനപ്പെട്ട മൊഴി. സ്ത്രീ സുരക്ഷ പോലെ തന്നെ ഗൗരവതരമാണ് സിനിമയിലെ തൊഴിൽ വിലക്കിൻ്റെ മാഫിയാവൽക്കരണം. ആ ഉമ്മാക്കിയാണല്ലോ ഈ പീഡനങ്ങളുടെ എല്ലാം ബ്ലാക്ക്മെയിൽ തന്ത്രം. ഇത്രയും ഗൗരവ വിഷയം ഉണ്ടായിട്ടും സർക്കാർ തലത്തിൽ എന്ത് തിരുത്തൽ നടപടി എടുത്തുവെന്ന് ചോദിക്കേണ്ട പ്രതിപക്ഷം പോലും മൗനവ്രതത്തിലാണെന്നുള്ളതും നമ്മൾ കാണേണ്ടതാണ്.